മാതാവിനും തിരുക്കുമാരനും സ്തുതി. ഞാൻ പാലക്കാട് ജില്ലയിൽ നിന്നും പൊറ്റശ്ശേരി എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാനൊരു ഹിന്ദു കുടുംബത്തിലുള്ള ആളാണ്. ഞാൻ 2019 ഫെബ്രുവരിയിലാണ് ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് 2-3 തവണ ഞാൻ പുതുക്കി. ആദ്യത്തെ ഉടമ്പടി നിയോഗം ഞാൻ സമർപ്പിച്ചിരുന്നത് ഞങ്ങൾക്കൊരു 5 സെൻറ്റ് സ്ഥലം വാങ്ങാനും നല്ലൊരു വീട് വയ്ക്കുന്നതിനും വേണ്ടിയിട്ടുള്ളതായിരുന്നു. അത് ഒരു 2-3-4 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് 5 സെൻറ്റ് സ്ഥലം വാങ്ങിക്കാൻ കഴിഞ്ഞു. അത് സ്ഥലം വാങ്ങിച്ച കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വീടിൻ്റെ തറപ്പണി കഴിഞ്ഞു. പക്ഷേ ഒരു കാരണവശാലും എങ്ങനെ നോക്കിയിട്ടും ഒരു 6 മാസം വരെ ആ വീടിൻ്റെ തറയിൽ മണ്ണിടാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എത്ര ആൾക്കാരോട് പറഞ്ഞിട്ടും മണ്ണ് എടുക്കാനുള്ള ബുദ്ധിമുട്ട് ഇപ്പോൾ ഈ ജിയോളജി വകുപ്പ് എന്നുള്ള ആ ഒരു തടസ്സം കൊണ്ട് മണ്ണ് എങ്ങനെയും കിട്ടില്ല. പിന്നെ ഞങ്ങൾ ഈ പാടത്തായിരുന്നു ഞങ്ങൾ സ്ഥലം വാങ്ങിയിട്ടുണ്ടായിരുന്നു, നഞ്ചയുള്ളത്. അങ്ങനെ 6 മാസം 7 മാസമൊക്കെ കഴിഞ്ഞു. അപ്പം ഇനി ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന ശരിയാവില്ല പറഞ്ഞ് ഞങ്ങളുടെ തറവാടിൻ്റെ സ്ഥലത്തുനിന്ന് തറ കിടന്നിട്ടുണ്ടായിരുന്നു. അതിന് ഞങ്ങൾ ഈ മാൽമാക്രിയും കൊണ്ട് 3-4 പണിക്കാരനും വെച്ച് മണ്ണ് എടുത്ത് കുറച്ചൊക്കെ കൊണ്ടുപോയിട്ട് സിറ്റൗട്ട് മൂടി. മാതാവ് ഇനി എന്താ ചെയ്യുക, അത്രയായി വീട് പിന്നെ തറയും പണിയും കഴിഞ്ഞ് നിർത്തിയിട്ട് ഈ വീടൊന്ന് പണിയെടുക്കാൻ കഴിയില്ലേ എന്ന് പറഞ്ഞ് രാവിലെയും വൈകുന്നേരം എല്ലാ പ്രാർത്ഥനകളിലും ഞാൻ ഏത് സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഒരു 2 ദിവസം കഴിഞ്ഞു പുലർച്ചെ ഒരു 3 മണിക്ക് മോനൊരു ഫോൺ വരുന്നു. അത് എന്നോ പറഞ്ഞു വെച്ചാൽ കുറേ ആൾക്കാരോട് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതാണ് ഈ മണ്ണെടുക്കുന്ന ടിപ്പർ ലോറിക്കാരോട്. എന്താ നിങ്ങളുടെ സ്ഥലം എവിടെയാണ്, ആ സ്ഥലം കാണിച്ച വീട് തറ വയ്ക്കുന്ന സ്ഥലം കാണിച്ചു തരാം, നിങ്ങൾ ആരെങ്കിലും ഒന്ന് വരണം. ഇതാ 4 ലോഡ് മണ്ണ് ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളിതവിടെ വെയിറ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഉടനെ തന്നെ മോനും ഭർത്താവും ഞങ്ങൾ തറ കാണിച്ചു കൊടുക്കാൻ കൊണ്ടുപോയി. അങ്ങനെ ഒരുമിച്ച് 4 ലോഡ് ടിപ്പർ മണ്ണ് എവിടുന്നാണ് വന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. അങ്ങനെ ആ തറ ഫുള്ളായി ഫില്ല് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അത് മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും, എൻ്റെ ഹസ്ബൻഡിനും മക്കൾക്കും എല്ലാവർക്കും അറിയാമായിരുന്നു. കാരണം എന്നോ മാറി വിളിച്ച അയാളുടെ പേര് പോലും അറിയില്ലായിരുന്നു. ഞങ്ങൾക്ക് ആ നമ്പർ അറിയില്ലായിരുന്നു. പെട്ടെന്നാണ് ഒരു 3 മണി സമയത്ത് ഇതാ നിങ്ങൾക്കുള്ള മണ്ണ് വരുന്നുണ്ട്, നിങ്ങൾ വരൂ എന്ന് പറഞ്ഞത്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ തറപ്പണി തറയിൽ മണ്ണ് തൂർത്തു, കട്ടിലും ജനലും വയ്ക്കലെല്ലാം കഴിഞ്ഞു, വാർപ്പ് വരെ കഴിഞ്ഞു. പിന്നെ പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. പിന്നെ വീടിനോട് ചേർന്ന് തന്നെ ഒരു 5 സെൻറ്റ് സ്ഥലം കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അത് വാങ്ങിക്കാൻ കഴിഞ്ഞു. ഒരു പൈസ പോലും കയ്യിലില്ലെങ്കിലും ഞങ്ങൾക്ക് അതിനെല്ലാം കഴിഞ്ഞു. അങ്ങനെ 2019 ഉടമ്പടി എടുത്ത് പിന്നെ കൊറോണയൊക്കെ വന്ന് എനിക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനിടയിൽ എൻ്റെ 2ാമത്തെ നിയോഗം എൻ്റെ മരുമകളുടെ SLCയുടെ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. അത് ലഭിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ CBSE ആവും കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, അത് കിട്ടണം എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. സ്കൂളിൽ അന്വേഷിച്ചപ്പോഴും എല്ലാം കഴിഞ്ഞു. പക്ഷേ നേരിട്ട് മജിസ്ട്രേറ്റിനെ കാണാനും അവിടുന്ന് അഫിഡവിറ്റ് തയ്യാറാക്കാനും പത്രത്തിൽ കൊടുക്കാനൊന്നും ഒരു രൂപ പോലും ചിലവില്ലാതെ ഞങ്ങൾക്കത് അയക്കാനും 1 മാസത്തിൻ്റെ ഉള്ളിൽ ആ കുട്ടിയുടെ സർട്ടിഫിക്കറ്റ് ഞങ്ങളുടെ കയ്യിൽ കിട്ടി. ആ കയ്യിൽ കിട്ടിയ സർട്ടിഫിക്കറ്റിന് ശേഷം ആ കുട്ടിയുടെ +2 ഓൺലൈനായിട്ട് പഠിച്ചു. +2 പഠനം പൂർത്തിയാക്കി. ഇപ്പോൾ ഡിഗ്രി ഫസ്റ്റ് സെമസ്റ്റർ പരീക്ഷ എഴുതിയിരിക്കുകയാണ്. പിന്നെ അങ്ങനെ ഒരു 4 വർഷത്തോളം ഇടവേളകളിൽ ബാക്കി പണികളൊന്നും ചെയ്യാതെ ഇരിക്കുകയായിരുന്നു. കാരണം ലോണിന് അപേക്ഷിച്ചു. ഇവിടെ ഈ KLU ആകും കൊണ്ട് ഞങ്ങൾക്ക് ഒരു ബാങ്കും ലോണ് തന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എറണാകുളം ബ്രാഞ്ചിൽ നിന്നാണ് ഞങ്ങൾക്കൊരു 14 ലക്ഷം രൂപ ലോണ് തന്നിട്ടുണ്ടായിരുന്നു, HDFCയുടെ. അവർ കൂടുതൽ ഇതൊന്നും ചോദിക്കാതെ തന്നെ ഉള്ള രേഖകൾ വെച്ച് തന്നു. പക്ഷെ അതുകൊണ്ടൊന്നും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ തൊട്ടടുത്തുള്ള ബാങ്കുകളിലൊക്കെ ചോദിച്ചിട്ടും അവർ എല്ലാ രേഖകളും ടോപ്പപ്പ് ചെയ്തെടുത്തെങ്കിൽ മാത്രമേ ബാക്കി പൈസയും ഈ 14 ലക്ഷത്തിൽ കൂടെ ബാക്കി പൈസയും കൂടി കിട്ടിയെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിയുള്ളൂ. എല്ലാ ബാങ്കും കൈയൊഴിഞ്ഞു. അവസാനം യൂണിയൻ ബാങ്ക്, ഞങ്ങൾ തൊട്ടടുത്തുള്ളതാണ്, യൂണിയൻ ബാങ്കുകാർ പറഞ്ഞു നിങ്ങൾ ഫയലുകളും പേപ്പറുകളൊക്കെ ശരിയാക്കൂ പറഞ്ഞു. അങ്ങനെ കുറേ നടന്ന് എല്ലാ പേപ്പറുകളും ശരിയാക്കിയിട്ട് കൊണ്ടേ കൊടുത്ത് ആ ഫയൽ 6 മാസം അവരവിടെ വെച്ചു. 6 മാസം വെച്ച് ഞാൻ 2024 ഫെബ്രുവരി 29 വീണ്ടും വന്നിവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ചെറിയ തോതിൽ പണി തുടങ്ങാൻ കഴിഞ്ഞു വീടിൻ്റെ. പക്ഷേ 6-ാം മാസത്തിൽ വീണ്ടും ഉടമ്പടി പുതുക്കി ഞാൻ വീട്ടിൽ ചെന്നപ്പോഴേക്ക് ബാങ്കുകാർ വിളിച്ചിട്ടുണ്ടായിരുന്നു.
എൻ്റെയും മോൻ്റെയും പേർക്കായിരുന്നു സ്ഥലം. ബാങ്കുകാർ വിളിച്ചു, നിങ്ങൾ നാളെ തന്നെ വരണം, പിന്നെ ബാങ്കിൽ വന്നിട്ട് ബാങ്കിലേക്ക് വരണം പറഞ്ഞ് ഞാനും മോനും ബാങ്കിൽ പോയി. ഞങ്ങൾക്ക് വേറെ ഒരു ഈ ഫയൽ കൊടുത്തതല്ലാണ്ട് വേറെ ഒരു രേഖകളും കൊടുക്കാതെ 14 ലക്ഷം രൂപയുടെ ചെക്ക് എഴുതിയിട്ട് HDFC ലോൺ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എൻ്റെയും മോൻ്റെയും കയ്യിൽ ബാങ്ക് മാനേജർ അതുവരെ തരില്ല എന്ന് പറഞ്ഞത് ആദ്യം എടുത്ത ലോൺ ക്ലോസ് ചെയ്യാൻ 14 ലക്ഷം രൂപയുടെ ചെക്ക് ഞങ്ങളെ ഏൽപ്പിച്ചു. ഞങ്ങൾ അന്ന് തന്നെ പിന്നെ എറണാകുളം ബ്രാഞ്ചിലേക്ക് പാലക്കാട് പോയി ഞങ്ങളത് ക്ലോസ് ചെയ്യാനുള്ള ആ പൈസ അയച്ചു. 2 ദിവസത്തിനുള്ളിൽ ഞങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് പാലക്കാട് എത്തി. പിന്നെ യൂണിയൻ ബാങ്കിലേക്ക് ലോണും എത്തി 22 ലക്ഷം രൂപ അവർ 14 ലക്ഷത്തിൽ കൂടാതെ 8 ലക്ഷം രൂപയും കൂടി യൂണിയൻ ബാങ്കുകാർ തന്ന് ഇതാ ഈ എല്ലാ പണികളും രണ്ടാമത് ഉടമ്പടി പൂർത്തിയാക്കി 3 മാസത്തിനുള്ളിൽ വീടിൻ്റെ എല്ലാ പണികളും പൂർത്തിയാക്കി. ഈ സെപ്റ്റംബർ 4-ാം തീയതി ആയിരുന്നു വീടിൻ്റെ കുടിയിരിക്കൽ. വീട് പാല് കാച്ച് കയറി താമസിച്ച് ഞാൻ ആ വീട്ടിൽ നിന്നാണ് ഇന്ന് ഞാൻ ഉടമ്പടി 3-ാമത്തെ വട്ടം പുതുക്കാൻ എത്തുന്നത്. അപ്പോൾ മാതാവിൻ്റെ ഒരു കൃപ കൊണ്ട് മാത്രമാണ് എനിക്കിതിനൊക്കെ, ഒരു പൈസ പോലും കയ്യിലില്ലാതെ മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് ഇതെല്ലാം സാധിച്ചത്. എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, പിന്നെ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അവർ ക്യാൻസർ പേഷ്യൻ്റാണ്. അവർ ക്യാൻസറാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഒരു ദിവസം ഇങ്ങനെ പിന്നെ ഫേസ്ബുക്കിൽ വന്നപ്പോഴാണ്, സഹായം ചോദിച്ചുകൊണ്ട് വന്നപ്പോഴാണ് അറിയുന്നത്. അതറിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഞാൻ തൈലവും കൃപാസന പത്രം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. രണ്ടാമത് ഞാൻ പുതുക്കിയതിന് ശേഷമാണ് അതറിഞ്ഞത്. ഞാൻ അവരുടെ വീട്ടിൽ പോയി. അവരപ്പോൾ വീടെല്ലാം പൂട്ടിയിട്ട് ഒരു പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും കൂടി ഉണ്ട്. അതും കൂടി അറിഞ്ഞാലാണ് ബാക്കിയുള്ള ടെസ്റ്റിനും എന്താണെന്നുള്ളത് അറിയുള്ളൂ. അത്ര 4th സ്റ്റേജിലൊക്കെ എത്തിയിരിക്കണു. ചേച്ചി പറഞ്ഞു. അവർ പോകാൻ സമ്മതിക്കാണ്ട് ഞാൻ അവിടെ പിടിച്ചിരുത്തി പത്രം കയ്യിൽ കൊടുത്തു. ഈ തൈലം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അവർക്ക് നെറ്റിയിൽ കുരിശ് വരച്ചു കൊടുത്തു. അങ്ങനെ അവരോട് നന്നായിട്ട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അവർ ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയി. അവർക്കതിൽ പിന്നെ പ്രതീക്ഷിക്കാത്തുള്ള ഒരു റിസൾട്ട്, നല്ല നെഗറ്റീവായിട്ടുള്ള, അവർ ഡോക്ടർമാർ പറഞ്ഞതിന് അല്ലാത്ത രൂപത്തിലുള്ള തന്നെ ഒരു റിസൾട്ടാണ് അവർക്ക് കിട്ടിയത്. അവരതിന് ശേഷം ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല മാറ്റമുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അതുപോലെ തന്നെ ഞാൻ പഞ്ചായത്തിലാണ് ജോലി ചെയ്യുന്നത്. പാലിയേറ്റീവ് രോഗികളൊക്കെ, കിടപ്പ് രോഗികളൊക്കെ ഉണ്ട്. അവരെ കൂടെ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഞാൻ അവരെ സന്ദർശിക്കാറുണ്ട്. അതുപോലെ എൻ്റെ അടുത്ത അയൽവക്കത്തിലെല്ലാവരും അടുത്ത് എത്രത്തോളം ഇങ്ങനെ പിന്നെ തീരെ കഴിയില്ല എന്ന് പറയുന്ന ഇതിലേക്ക് അവർക്ക് നമ്മളെ കൊണ്ട് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവർക്ക് ഇന്ന രീതിയിൽ പോയാൽ നിങ്ങൾക്ക് അതിനുള്ളത് കിട്ടും, അങ്ങനെയുള്ളൊരു സഹായങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ഇന്നത്തെ വരെയും 2019 ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഇന്നത്തെ വരെയും ഞാൻ പ്രാർത്ഥനകൾ മുടക്കിയിട്ടില്ല. അപ്പോൾ എനിക്ക് തന്ന ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം മാതാവിനോടും തിരുക്കുമാരനോടും കോടാനുകോടി നന്ദി അറിയിക്കുകയാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യസ്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം 2-ാം തിരുവചനം. അവിടുന്ന് അരുളി ചെയ്യുന്നു, സ്വീകാര്യമായ സമയത്ത് ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. പുഷ്പലത എന്ന ഈ സഹോദരി പരിശുദ്ധമ്മയുടെ ഉടമ്പടി എടുത്തതിന് ശേഷം കുടുംബത്തിന് ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഒന്നുമില്ലായ്മയിൽ ഒരു ഭവനം നിർമ്മിക്കുവാനുള്ള സാധ്യതകൾ തേടുമ്പോൾ മണ്ണ് ലഭിക്കാത്ത വലിയ പ്രശ്നത്തിലൂടെ ആ ഭവന നിർമ്മാണം നീണ്ടുപോവുകയും അത് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്ന നാളുകളിൽ വളരെ അപ്രതീക്ഷിതമായി പണ്ടെങ്ങോ വിളിച്ചിരുന്ന ടിപ്പറുകാർ മണ്ണ് കൊണ്ടുവരുന്നു, വീട് കാണിച്ചു തരിക എന്ന് പറഞ്ഞ് ആ വീടിനകത്ത് നിറയ്ക്കുവാനുള്ള മുഴുവൻ മണ്ണും ഒരു ദിവസം കൊണ്ട് എത്തിച്ചു കൊടുത്ത സാക്ഷ്യമാണ് ആദ്യം നമ്മളോട് പങ്കുവയ്ക്കുന്നത്. നാം നമ്മുടെ പ്രതീക്ഷകൾ കൈവിടുന്ന നിമിഷത്തിൽ അമ്മ മാതാവ് നമുക്ക് പുതിയ ജീവിതത്തിൻ്റെ നാമ്പുകൾ നൽകുന്നുവെന്ന് ആ വാക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. നാം എല്ലാം അവസാനിക്കുന്നു, ഇനി എത്ര നാൾ കാത്തിരിക്കണമെന്ന് കരുതി മനസ്സൽപ്പമൊന്ന് നിരാശപ്പെടുമ്പോൾ അമ്മ മാതാവ് കാനായിലെ വിവാഹ വിരുന്നിലെ കുറവുകളെ തീർത്തവൾ മകനോട് പറഞ്ഞ് നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളുടെ കുറവുകളെ തീർത്തുകൊണ്ട് കൃപയുടെ നിറസാന്നിധ്യമായി നമ്മുടെ ജീവിതത്തിന് കുടുംബത്തിന് മാറുന്നതാണ് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നത്. വീണ്ടും ഭവന നിർമ്മാണം പാതുവഴിയിൽ മുടങ്ങുമ്പോൾ
ആദ്യം തന്നെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഇടക്കാലത്ത് വെച്ച് മുടങ്ങിയ ഉടമ്പടി പുതുക്കിക്കൊണ്ട് കൂടുതൽ വിശ്വാസത്തോടെ ഒത്തിരി ദൂരത്ത് നിന്ന് കിട്ടിയിരുന്ന ലോൺ വീടിനടുത്തുള്ള ബാങ്കിൽ ചെന്ന് വീണ്ടും അത് പൂർത്തീകരിക്കുവാനുള്ള പണം ആവശ്യപ്പെടുമ്പോൾ അധികം പ്രയാസങ്ങളൊന്നുമില്ലാതെ വളരെ വേഗതയിൽ സമയം കുറച്ചുകൊണ്ട് ഭാരങ്ങൾ ലഘൂകരിച്ചുകൊണ്ട് നിസ്സാരമായ ചില ഫയലുകൾ ബാങ്കിൽ നൽകുമ്പോൾ, ഡോക്യുമെൻറ്റ്സ് കൊടുക്കുമ്പോൾ ആ കൂടുതൽ തുക അനുവദിച്ച് ആ ഭവന നിർമ്മാണം പൂർത്തീകരിക്കുവാൻ സഹായിക്കുന്നുവെന്ന്. മറ്റൊരു വ്യക്തിയുടെ രോഗാവസ്ഥ അറിയുമ്പോൾ എലിസബത്തിനെ കാണുവാൻ അമ്മ മാതാവ് ഓടിയ തീഷ്ണതയോടെ ആ ഭവനത്തിൽ എത്തിച്ചേർന്ന് വിശുദ്ധ തൈലം പൂശി പ്രാർത്ഥിക്കുന്നതിലൂടെ ആ സഹോദരിക്ക് ലഭിക്കുന്ന ലോകത്തിൻ്റെ കുറവിനെക്കുറിച്ചും സൗഖ്യാനുഭവത്തെക്കുറിച്ചും സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം നയിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും നല്ല സാക്ഷ്യങ്ങളിൽ ഇതൊക്കെ നമുക്ക് അനുഭവിക്കുവാനാവും. അത് വല്ലാതെ ഹൃദയം നൊന്ത് പ്രതീക്ഷകൾ അസ്തമിക്കുന്ന നിമിഷങ്ങളിൽ അമ്മ മാതാവിൻ്റെ വലിയ ഇടപെടലുകൾ അനുഭവിക്കുന്നത് ഓരോരുത്തരും ഏറ്റുപറയും. എവിടുന്ന് ഇനി സഹായമെന്ന് കരുതി, ആരിൽ ഇനി ആശ്രയിക്കുമെന്ന് കരുതി ആശ്രയം മുഴുവനും, മനുഷ്യനിലുള്ള ആശ്രയം മുഴുവനും അവസാനിക്കുമ്പോൾ ദൈവം മാത്രമാണ് ആശ്രയമെന്ന തിരിച്ചറിവുണ്ടാകുന്ന നിമിഷം അമ്മ മാതാവ് നമുക്ക് ആശ്രയത്തിൻ്റെ ആശ്വാസമായ ജീവിതത്തിൽ വരുന്നത് അനുഭവിക്കുവാനാവും. നമ്മൾ എത്രത്തോളം മറ്റുള്ളവർക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം കൊടുക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ കൂടുതൽ ബലപ്പെടുത്തുവാനും സംരക്ഷിക്കുവാനും അമ്മ മാതാവ് ഇടപെടുന്നത് നമുക്ക് കാണുവാനാവും. ഈ സന്ദേശമാണ് ഈ മകളുടെ സാക്ഷ്യത്തിലൂടെ നമുക്ക് കൈമാറുന്നത്. നമ്മുടെ ജീവിതങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് അമ്മ മാതാവിൻ്റെ അരികിൽ പ്രാർത്ഥനകൾ സമർപ്പിക്കുമ്പോൾ നമുക്ക് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം, ഞാൻ എൻ്റെ ജീവിതത്തെ കാണുന്നു, ഞാൻ എൻ്റെ കുറവുകളെ തിരിച്ചറിയുന്നു, ഞാൻ തിരുത്തേണ്ട എൻ്റെ മേഖലകളെ മനസ്സിലാക്കുന്നു. അമ്മ മാതാവേ, അമ്മയുടെ സംരക്ഷണം, തിരുക്കുമാരൻ്റെ വലിയ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്നതിന് കാരണമാക്കണമേ എന്ന് നമുക്ക് കരഘോഷത്തോടു കൂടി ഈ സാക്ഷ്യം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.